എൻ്റെ പിന്നിൽ BJP ആരുമില്ല. എങ്ങനെ 20 സീറ്റിൽ NDA 3-ാം സ്ഥാനത്താണ്? ഒരു സംശയവും വേണ്ട. 2014 ലോക്സഭാ ഇലക്ഷൻ നടന്നപ്പോൾ തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ രാജഗോപാൽ 7 റൗണ്ട് പോളിങ്ങിൽ 5 റൗണ്ട് പോളിങ്ങിൽ ലീഡ് ചെയ്തു. അവസാന റൗണ്ട് പോളിങ്ങിൽ 7000 വോട്ടിന് ശശി തരൂർ ജയിച്ച്. അതേ സംഭവം തന്നെ തിരുവനന്തപുരത്ത് ഇപ്പോഴും നടക്കും. ഒരു സംശയം വേണ്ട. കാരണം പ്രകാശ് ജാവദേക്കർ എന്നെ സമീപിച്ച് CPM ചൂണ്ടിയിടാൻ നോക്കി. ഞാൻ ജാവദേക്കറോട് പറഞ്ഞത് നടക്കൂല, കാരണം അനാഥരാവും. BJP ചേർന്ന കേരളത്തിൽ BJP ചേർന്ന അനാഥത്വം ഉറപ്പാണ്. അപ്പോൾ എന്നോട് ജാവദേക്കർ, യു ഡോണ്ട് നോ, ഐ എം അപ്രോച്ചിങ് മുരളി, ശോഭാ സുരേന്ദ്രൻ ത്രൂ കുഞ്ഞാലിക്കുട്ടി, ശോഭാ സുരേന്ദ്രൻ ത്രൂ കുഞ്ഞാലിക്കുട്ടി അപ്രോച്ച് ചെയ്തെന്ന് ജാവദേക്കർ എന്നോട് എക്സ്പ്ലെയിൻ ചെയ്തു. ഒരു സെക്കൻഡ് ഞാൻ പറയട്ടെ. ശോഭാ സുരേന്ദ്രൻ ത്രൂ കുഞ്ഞാലിക്കുട്ടിയെ സമീപിച്ചു, മുരളീധരനെ സമീപിച്ചു. പ്രതിപക്ഷ നേതാവ് സ്ഥാനം നഷ്ടപ്പെട്ട് ദുഃഖിതനായ രമേശ് ചെന്നിത്തലയെ വളച്ചു നോക്കി. KPCC പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് സുധാകരനെയും ചൂണ്ടിയിട്ട് അതിനുശേഷം ഈ ചൂണ്ടകളിലൊന്നും ആരും വീണില്ല എന്ന് സങ്കടത്തോടു കൂടി പുള്ളി പറഞ്ഞ്. ഞാൻ പറഞ്ഞു കേരളത്തിൽ ആരും വീഴില്ല, കാരണം അനാഥത്വം വലിയ സംഭവമാണ്. കാരണം കോൺഗ്രസിൻ്റെ ഒരു സ്പോക്സ് പേഴ്സൺ ഉണ്ടായിരുന്നു, ആ പേരറിയാമല്ല, തൃശ്ശൂർക്കാരൻ. അദ്ദേഹത്തെ നമ്മൾ കുറേ കാലം കൂടിയിട്ട് കണ്ടത് പത്മജ BJP ജോയിൻ ചെയ്തപ്പോഴാണ്. അപ്പോൾ ഈ അവസ്ഥ ആരെങ്കിലും പിടിച്ചു പറ്റുമോ? പിന്നെ ഞാൻ പ്രകാശ് ജാവദേക്കറോട് പറഞ്ഞ് സ്ലോട്ടില്ലാത്തവരും പാർട്ടിയിൽ ഒറ്റപ്പെട്ടവരെ നിങ്ങൾക്ക് കിട്ടും, പക്ഷേ അവരുടെ കൂടെ ഒരു ക്രൗഡ് ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. എന്നെ വെച്ച് CPM കൈകാര്യം ചെയ്യാനാണ് പ്രകാശ് ജാവദേക്കർ ശ്രമിച്ചാൽ പറഞ്ഞ് നടക്കില്ല. കേരളത്തിലെ CPM നിന്നൊന്നും ആരും വരില്ല, കാരണം അനാഥത്വം വലിയ പ്രശ്നമാണ്, ഒറ്റപ്പെടൽ. അതല്ല, CPM ഒരു പാലൂടാനായിട്ടാണ് അദ്ദേഹം. ഞാൻ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന, ഞാൻ കൊളംബോയിൽ പോകാൻ പോകുന്ന, കൊച്ചി തിരുവനന്തപുരം വിമാനത്തിൽ പോയിട്ട് തിരുവനന്തപുരത്ത് നിന്ന് കൊളംബോയിൽ പോകാൻ വന്ന വിമാനത്തിലാണ് ജാവദേക്കർ ഉണ്ട്, ഞങ്ങളുടെ തൊട്ടുപുറയിൽ CM ഉണ്ട്, എല്ലാവരും ഉണ്ട്. കാരണം ആ വിമാനത്തിലാണ് മിക്കവരും സഞ്ചരിക്കുന്നത്. അവിടെ ഇറങ്ങി ഞാൻ ബാഗ് എടുത്ത് വരുമ്പോഴത്തേക്കും ജാവദേക്കർ വന്ന്, ജാവദേക്കർ എൻ്റെ ഒപ്പം വണ്ടിയിൽ കയറി. അത് സത്യമായ കാര്യമാണ്. ഞാൻ പറഞ്ഞതല്ല, എനിക്ക് കിട്ടി, എന്നോട് പറഞ്ഞതാണ് ഇതൊക്കെയാണ്. ഞാൻ പറഞ്ഞതല്ല, എന്നെ ജാവദേക്കർ സമീപിച്ച ഇഷ്യൂ കഴിഞ്ഞ ദിവസം ഞാൻ അറിയാതെ ഒരു ചാനൽ, മാതൃഭൂമി ചാനൽ കാണിക്കാനിടയായി. ജാവദേക്കർ എൻ്റെ ഒപ്പം വന്ന എന്തിനാണെന്ന്. അതിനൊരു മറുപടി ഞാൻ പറഞ്ഞു. ജാവദേക്കർ എൻ്റെ ഒപ്പം വന്നപ്പോൾ എന്നോട് പറഞ്ഞ വിഷയം ഇന്നിന്ന ആളുകളെ ഞങ്ങൾ സമീപിച്ചു എന്നാണ്. അവർ ജോയിൻ ചെയ്തെന്നല്ല പറഞ്ഞത്. അപ്പോൾ സമീപനം നടന്നു. പക്ഷെ ഞാൻ എന്നോട് ചോദിച്ചു CPM ചിലരെ കണ്ടെത്തി കഴിഞ്ഞാൽ അത് BJP, ഞാൻ പറഞ്ഞു നടക്കാൻ ചാൻസ് ഇല്ല, നിങ്ങൾക്ക് കണ്ട് ആലോ പറഞ്ഞ് ചായ കുടിച്ച് പിരിയാന്നല്ലാണ്ട് അവരെ അനാഥത്വത്തിലേക്ക് വരില്ലെന്ന് പറഞ്ഞു. ആരെയും കാണാൻ പറ്റില്ല. ഇടയ്ക്ക് വെച്ച് തന്നെ ബ്രേക്കായി. അദ്ദേഹത്തിനെ തിരിച്ച് എൻ്റെ വണ്ടിയിൽ തന്നെ BJP നേതൃത്വത്തിൽ നിന്ന് എവിടെ നിന്ന് വിളിച്ചു. അദ്ദേഹം സംസ്ഥാന BJP കമ്മിറ്റി ഓഫീസിലേക്ക് പോകണമെന്ന് പറഞ്ഞ് പോയി. അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കുന്ന എവിടെയെന്നാണ് അദ്ദേഹത്തോട് ചോദിച്ചു. ഏത് ഈ സ്ഥാനാർത്ഥി, അതായത് 4 കോൺസ്റ്റിറ്റ്യുവൻസിയിലെ സ്ഥാനാർത്ഥി നിർണ്ണയം ലാസ്റ്റാണ് നടന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു ആരാണ് വരാൻ പോണത്, അനിൽ ആന്റണി എറണാകുളത്താണോ വരാൻ പോണതെന്ന് ചോദിച്ചു. അല്ല, ഞാൻ പറയട്ടെ. അപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് അപ്പോൾ എനിക്ക് വന്നൊരു ടൈം ഗ്യാപ്പ്. അന്ന് 4 നിയോജകമണ്ഡലത്തിൽ ഒഴിഞ്ഞു കിടക്കുന്നു. അതിനുശേഷം വന്ന് അനിൽ ആന്റണി എവിടെ, PC ജോർജ് എവിടെയാണെന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പം ഞാൻ കളങ്കിതനാന്ന് ജാവദേക്കറോട് പറഞ്ഞ അദ്ദേഹം കേൾക്കുമോ? അവർ സ്ഥാനാർത്ഥിയെ തേടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞാൽ കേൾക്കുമോ? അല്ല, ഞാൻ പൊതുസമൂഹത്തോട് പറയാൻ ബാധ്യതയായ എന്തുകൊണ്ടാണ്? അനിൽ ആന്റണി ഞാൻ വലിയ സംഭവമാണെന്നും ഞാനിവിടെ ജയിക്കാൻ പോണേണെന്നും NDAക്ക് ഒരു സംവിധാനം ഉണ്ടാവുന്നും ഈ നിയോജകമണ്ഡലത്തെ ഞാൻ വളരെയധികം വികസിപ്പിക്കുന്നു, എനിക്ക് ഇന്നിൻ്റെ ബന്ധങ്ങളുണ്ടെന്നും കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി കാലഹരണപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ കാലഹരണപ്പെട്ട കോൺഗ്രസിൻ്റെ കൂടി ഉപജീവനം നടത്തി വന്ന പണം സമ്പാദിച്ച ഒരാളാണെന്നും ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്ന ഒരാളാണെന്നും തെളിയിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞാൽ, അല്ല അനിലാനയുടെ തോൽവിയും ചെയ്യുമ്പോൾ എൻ്റെ ഭാഗമില്ല. തോക്കാൻ പോണ ക്യാൻഡിഡേറ്റ് തന്നെയാണ്. തോറ്റ MP ഇന്നസെൻറ്റിൻ്റെ ഭാഷയെ പറഞ്ഞാൽ നമ്പർ 3. ഒരു സംശയമില്ല, കേരളത്തിൽ ഒരു സീറ്റ് നരേന്ദ്രമോദി കോർണർ മീറ്റിംഗ് നടത്തിയാൽ ജയിക്കൂല. ആയിക്കോട്ടെ, അബ്ദുള്ളക്കുട്ടി ദേശീയ വൈസ് പ്രസിഡന്റാണ് BJPയുടെ. അബ്ദുള്ളക്കുട്ടി കളങ്കിതനല്ലേ? കളങ്കിതരല്ലേ മറ്റേ ഗാർഗെ പറഞ്ഞു വിട്ട് വാഷിംഗ് മെഷീനിലിട്ട് ക്ലിയറാക്കി എടുക്കുന്നത്.